ഹലോ ഹായ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുറേ നാളായി വീഡിയോകളൊക്കെ ഇട്ടിട്ട് ഓരോ തിരക്കിലായിരുന്നു. കുറച്ച് നാളിന് ശേഷം നമ്മളിതേ ഒരു ഹെയർ ഓയിൽ മേക്ക് ചെയ്യണ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഏറ്റവും എളുപ്പമായിട്ടൊരു ഹെയർ ഓയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കി നോക്കാം. അതിനായിട്ട് ഇതേ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു ചെറിയ കറ്റാർവാഴത്തണ്ട്, 2 തണ്ട് കറിവേപ്പില, ഒരു 3-4 ചെറിയുള്ളി, ഇതേ നമ്മൾ കഞ്ഞുണ്ണി, കയ്യോന്നി, ഭൃംഗരാജ് എന്നൊക്കെ പറയണ കഞ്ഞുണ്ണി, നമ്മളിവിടെ കഞ്ഞുണ്ണി എന്നാണ് പറയുക. അതേപോലെ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിമുട്ടും, ഒരു പിടി തുളസിയുടെ ഇല ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതേ നമ്മളെ കഞ്ഞുണ്ണിയുടെ കറയാണ്, അത് ചളിയൊന്നുമല്ല. അത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊത്തി നുറുക്കി നമ്മൾ മിക്സർ ജാറിലകത്തോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഒരുപാട് അങ്ങനെ മുറിക്കാതെ ഇട്ട് കൊടുത്ത് അരയ്ക്കുമ്പോൾ നമുക്കത് മിക്സിക്ക് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഒതുക്കിയ ശേഷം മാത്രം മിക്സിയിലിട്ട് കൊടുക്കുക. ഇതേ അരച്ചെടുത്ത് ഇതേപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പിലാണെന്ന് എണ്ണ കാച്ചാൻ പോകുന്നത്. ചൂട് കട്ടിയുള്ള ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇരുമ്പ് ചട്ടീനെ ഉപയോഗിച്ചിട്ട് എണ്ണ കാച്ചാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇതൊരു സാധാ കട്ടിയുള്ള ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളൊരു 200-250 ml എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിത് തുണിയിൽ വെച്ച് അരിച്ചെടുത്ത് അതിൻ്റെ ചാറ് മാത്രം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അരിക്കാനൊന്നും നിന്നിട്ടില്ല. ജസ്റ്റ് ഇതേപോലെ നമുക്ക് അങ്ങോട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോൾ തുണിയിൽ അരിച്ചിട്ട് എടുത്തിട്ട് അതിൻ്റെ ചാറ് മാത്രം എണ്ണയിലോട്ട് ഒഴിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യണത്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണ കൂടെ തേച്ചാൽ തലയ്ക്ക് ഒരുപാട് തണുപ്പ് ഇറങ്ങിയ പ്രശ്നമില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് പകുതിയോ വെളിച്ചെണ്ണയും പകുതി നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അതല്ല നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുക. എപ്പോഴും നമ്മൾ എണ്ണ കാച്ചുമ്പോൾ നമ്മളെ മില്ലിൽ നിന്ന് ആട്ടിയെടുത്ത വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പാക്കറ്റ് വെളിച്ചെണ്ണ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതിരിക്കുക. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് കുറച്ച് ഉലുവയുടെ മണിയും കൂടി ഇട്ട് കൊടുക്കുക. ഉലുവ അരച്ചിടുന്നത് ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഉള്ളി ഒരുപാട് അരച്ചിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരാനും എണ്ണ പെട്ടെന്ന് ചീത്തയായി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നീട് ഞാൻ അങ്ങോട്ട് ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. അല്ലെങ്കിൽ നമ്മളെ എണ്ണ ഓവറായിട്ട് അങ്ങ് മൂത്ത് പോകും. ഇപ്പോൾ കരിഞ്ഞൊരു സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടപ്പോൾ ഞാൻ അരിച്ച് നല്ല വെള്ള തുണിയിലൊരു കോട്ടൺ തുണി എടുത്ത് അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതാണേ. ഇനി നമുക്കിത് നല്ലൊരു ഗ്ലാസ് ബോട്ടിലിലോ നല്ല വൃത്തിയുള്ളൊരു വെള്ളമൊക്കെ തുടച്ച് നല്ല നനവൊക്കെ കളഞ്ഞൊരു വൃത്തിയുള്ള പാത്രത്തിലാക്കി വയ്ക്കാം. ആ എണ്ണ അരിച്ചെടുത്ത ചണ്ടിയാണ്. ഇതും നിങ്ങൾ വേസ്റ്റ് ആക്കണ്ട. നമുക്കൊരു സ്ക്രബായിട്ട് നമ്മളെ കയ്യിലും കാലിലും മുഖത്തൊന്നും തേക്കരുതേ. കയ്യിലും കാലിലും നമുക്ക് കുളിക്കുന്നതിന് മുമ്പേ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് തേച്ച് കുളിക്കാവുന്നതാണ്. അപ്പോൾ ഈ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മുടി കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുന്നത്. ഇത് തേച്ചാൽ നിങ്ങൾക്ക് മുട്ടോളം മുടി വളരുന്നൊന്നും ഞാൻ പറയണില്ല. നമ്മൾ ഹെയറിനെ നന്നായിട്ട് കെയർ ചെയ്യാൻ കൂടി വേണം. ഫുഡ് നന്നായിട്ട് കഴിക്കണം, പ്രോട്ടീനും റിച്ച് ഫുഡ് കഴിക്കണം നമ്മൾ. പിന്നെ നമുക്ക് ഒന്ന് മുടി കൊഴിച്ചിലൊക്കെ ഒന്ന് തടഞ്ഞ് നമ്മളുള്ള മുടി സ്ട്രോങ് ആയിട്ട് ഹെൽത്തി ആയിട്ട് വയ്ക്കാൻ മാത്രം എണ്ണ ഉപയോഗിക്കുക. ആഴ്ചയിൽ 2-3 ദിവസം മാത്രമാണ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ഡെയിലി എണ്ണ യൂസ് ചെയ്ത് താരം വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഹെയർ കെയർ ഓയിൽ എന്നാണുള്ള പേര്. അപ്പോൾ ഹെയർ കെയർ ചെയ്യാൻ മാത്രമായിട്ട് നമുക്ക് ഈ എണ്ണ നല്ലപോലെ ഉപയോഗിക്കാവുന്നതാണ്. നല്ല പോലെ ഞാൻ ഇപ്പോൾ ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട്. നല്ല നിറമുണ്ട് എണ്ണയ്ക്ക്. ഇത് നമുക്കിനി ഉപയോഗിക്കുമ്പോൾ ഒരു പാത്രത്തിൽ, കുഞ്ഞ് പാത്രത്തിലാക്കി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.